മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയാണ്, നാടൻ രീതിയിൽ. അപ്പൊ ഇത് മത്തങ്ങ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. വേറെ കഷ്ണങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല, മത്തങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആണ്. അതായത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 6-7 മിനിറ്റ് അത്രേ എടുക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് എടുക്കില്ല. അത്രയും സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒഴിച്ചുകറി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് തോടൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത മത്തനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ തോടോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോ ഇവിടെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടിത് ഫ്ലെയിം നല്ല സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മത്തങ്ങ ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. അപ്പൊ ഇത് കുറച്ച് കഷ്ണങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ ഞാൻ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പൊ കഷ്ണങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങയുടെ അളവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും എല്ലാം കൂട്ടിക്കൊടുക്കണം. 1/2 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പൊ അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർക്കണം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മത്തങ്ങ വെന്തോന്ന് നമുക്ക് നോക്കാം. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പൊ എങ്കിൽ മാത്രമാണ് കുറച്ച് തിക്നെസ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ കയ്യിലിന്റെ തന്നെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. മുഴുവനും കഷ്ണങ്ങളൊന്നും ഉടയ്ക്കണ്ട, ചെറുതായിട്ട് 2-3 ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത്രയും മതി. ഇനിയിപ്പോ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പത്തേക്കും നമ്മള് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കടുക് പൊട്ടിക്കാൻ വേണ്ടതെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 5 ചെറിയുള്ളി വട്ടത്തിൽ നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇത് മുളക് പൊടി. നമ്മൾ മോര് കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കുമ്പോൾ മുളക് പൊടി ചേർക്കില്ലേ, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു കളറായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എണ്ണ ചൂടാകട്ടെ കേട്ടോ. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുക് പൊട്ടി തുടങ്ങി. ഇനി ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല സിമ്മാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ മുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം കറിവേപ്പിലയും പിന്നെ മുളക് പൊടിയും കൂടി ചേർക്കാനായിട്ട്.
ഫ്ലെയിം ഓൺ ആയിട്ട് നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയ എല്ലാത്തിന്റെയും ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പിലയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് അത് മൊരിഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊടിച്ച് കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനൽ ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചൂട് ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് എന്താ ടേസ്റ്റ് എന്നറിയാവോ? വളരെ എളുപ്പമല്ലേ? മത്തങ്ങ മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ ചേർക്കാനായിട്ട് ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കറി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇനി മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.